അങ്കമാലി നഗരസഭ വഴിയില്ലാത്ത ചതുപ്പ് നിലം ഉദ്യോഗസ്ഥന്മാരെയും ജനപ്രതിനിധികളെയും തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപം നഗരസഭാ ഭരണ നേതൃത്വം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മറികടക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നലെ അങ്കമാലിയുടെ ബഹുമാന്യായ നഗരസഭാ ചെയർമാൻ ഒരു പ്രസ് മീറ്റ് വിളിച്ചു ചേർക്കുകയുണ്ടായി. ആ പ്രസ് മീറ്റ് വിളിച്ചു ചേർത്തത് എന്തുകൊണ്ടും നന്നായി. കഴിഞ്ഞ 4 വർഷക്കാലത്തെ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് നഗരസഭാ ചെയർമാൻ മാധ്യമങ്ങളോട് വിശദീകരിച്ചത്. അങ്ങനെ വിശദീകരിക്കുമ്പോൾ എടുത്തു പറയത്തക്ക ഒരു വികസന പ്രവർത്തനവും അങ്കമാലി നഗരസഭയിൽ നടന്നിട്ടില്ല എന്നുള്ളത് നഗരസഭാ ചെയർമാൻ തന്നെ മാധ്യമങ്ങളോട് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. തന്നെയുമല്ല, ഞങ്ങൾ നിരന്തരം പറയുന്നത് പോലെ കഴിഞ്ഞ 2015-20 കാലത്തെ ഭരണസമിതി തുടങ്ങിവെച്ച വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കുന്ന ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നും ചെയർമാൻ്റെ പത്രസമ്മേളനത്തിലൂടെ വ്യക്തമായി പൊതുസമൂഹത്തിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇന്നലെ ചെയർമാൻ പത്രസമ്മേളനം നടത്തിയപ്പോൾ ഏറ്റവും പ്രധാനമായി പറഞ്ഞത് പീച്ചാനിക്കാട് SC ഫ്ലാറ്റ് നിർമ്മിച്ചു എന്നുള്ളതാണ്. 2015-20 കാലഘട്ടത്തിലെ LDFൻ്റെ ഭരണസമിതിയാണ് പീച്ചനിക്കാട് ചാക്കരപ്പറമ്പിൽ SC ഫ്ലാറ്റിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് 6 കുടുംബങ്ങൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഫ്ലാറ്റ് അവിടെ പണിതു കൊടുത്തത്. അതിനുശേഷം വേറെ 6 പേർക്ക് ഭൂമിയും സ്ഥലവും വീടും ഇല്ലാത്ത 6 പേർക്ക് വീട് ഒരുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഫ്ലാറ്റിൻ്റെ അടിത്തറ നിർമ്മാണം പൂർത്തീകരിച്ച് നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധി പൂർത്തീകരിച്ചത്. അങ്ങനെ 20-ൽ അടിത്തറ പാകിയ SC ഫ്ലാറ്റ്, രണ്ടാമത്തെ SC ഫ്ലാറ്റ് ഈ ഭരണസമിതി വന്ന് 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് കൈമാറാൻ കഴിഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാര്യത്തിൽ 4 വർഷക്കാലം വൈകിപ്പിച്ചു എന്ന ഒരു നേട്ടം മാത്രമാണ് നഗരസഭയ്ക്ക് ആ കാര്യത്തിൽ ഉള്ളൂ. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ചെയർമാൻ പറഞ്ഞത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ സ്ഥാപിച്ചു എന്നുള്ളതാണ്. നഗരസഭാ ചെയർമാൻ നഗരസഭാ കാര്യങ്ങൾ അറിയാത്തതാണോ അതല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുന്നതാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ലില്ലി വർഗീസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് ചെമ്പന്നൂർ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് സ്ഥാപിക്കുകയും അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയും ചെയ്തൊരു സ്ഥാപനമാണ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ. അപ്പം അത് ചെയർമാൻ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. മറ്റൊന്ന് പ്രധാനമായിട്ട് ചെയർമാൻ പറഞ്ഞത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി. വഴിയോര വിശ്രമ കേന്ദ്രം, ദൂരസ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് വിശ്രമിക്കുന്നതിന് വേണ്ടി, വഴിയോരത്ത് വിശ്രമിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു പദ്ധതിയാണ് ടേക്ക് എ ബ്രേക്ക്. അങ്കമാലി നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിട്ടുള്ള, മുൻ ഭരണസമിതിയുടെ കാലത്ത് നിർമ്മിച്ചിട്ടുള്ള ബസ് ഷെൽട്ടർ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്തത്. അവിടെ ഒരു ബോർഡ് പോലും ഇതുവരെ സ്ഥാപിച്ചിട്ടില്ല. എവിടെയാണ് ടേക്ക് എ ബ്രേക്ക് എന്നുള്ള ഒരു ബോർഡ് പോലും സ്ഥാപിക്കാതെയാണ് ഈ പദ്ധതി യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന വിഭാവനം ചെയ്ത പോലെ അല്ല ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത്. റോഡ് സൈഡിൽ വഴിയോരത്ത് തന്നെയാണ് ഇത് വേണ്ടത്. ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായി ബസ് സ്റ്റാൻഡിന്റെ അകത്താണ് വെച്ചിട്ടുള്ളത്. അവിടെ ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. തന്നെയല്ല, പട്ടി പ്രസവിച്ച് എടുക്കുന്ന ഒരു കേന്ദ്രമായി ഈ പറയുന്ന ടേക്ക് എ ബ്രേക്ക് സ്ഥലം മാറി. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ചെറുപ്പം പറഞ്ഞത് മാർക്കറ്റിൽ ETP ജലശുദ്ധീകരണ പ്ലാന്റും OWCയും സ്ഥാപിച്ചു എന്നുള്ളതാണ്. അത് യാഥാർത്ഥ്യമാണ്. എന്താണ് യാഥാർത്ഥ്യം? 1,20,00,000 രൂപ ചെലവ് ചെയ്ത് ജലം ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു പ്ലാന്റ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് മാർക്കറ്റിലെ അറവ് മാലിന്യങ്ങൾ വരുന്ന ജലങ്ങളെല്ലാം ശുദ്ധീകരിച്ച് മാഞ്ഞാലി പുഴയിലേക്ക് ഒഴുകുന്നതിന് വേണ്ടി സ്ഥാപിച്ചൊരു പദ്ധതിയാണത്. എന്നാൽ അത് പ്രവർത്തനരഹിതമാണ്, അത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോഴും മാഞ്ഞാലി തോട്ടിലേക്ക് ഭോവലോട്ട ഗ്രേസി ദേവസി കൗൺസിലായിട്ടുള്ള പ്രദേശത്തിൽ കൂടെ ഒഴുകുന്ന വെള്ളം ഇപ്പോൾ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ചോരയും അറവ് മാലിന്യങ്ങളും എല്ലാം കൂടിയ അഴുക്ക് വെള്ളം ഇപ്പോഴും അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 50,000-ൽ പരം രൂപ ഈ ETPക്ക് വേണ്ടി, ജലശുദ്ധീകരണ പ്ലാന്റിന് വേണ്ടി ഇപ്പോഴും കറണ്ട് കാശ് മുടക്കുന്നുണ്ട്.
ഒരു തരത്തിലും ഉപകാരപ്രദമല്ലാത്ത ഒരു പദ്ധതി ആരുടെ തലയിൽ ഉദിച്ചതാണെന്ന് ഞങ്ങൾക്കറിയില്ല. അത് ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാത്തൊരു പദ്ധതി ഇവർ നടപ്പാക്കിയിട്ടുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ജനങ്ങൾക്ക് ഒരു തരത്തിലും ഉപകാരമില്ല. മറ്റൊന്ന് OWC, ഓർഗാനിക് വേസ്റ്റ് കൺവെർട്ടർ എന്ന് പറയുന്ന സ്ഥാപനം അവിടെ സ്ഥാപിച്ചു എന്ന് പറയുന്നു. കഴിഞ്ഞ കൗൺസിലിൽ ചെയർമാൻ തന്നെ പറഞ്ഞു അത് പ്രവർത്തിക്കുന്നില്ല. അങ്ങനെ ഒരു മാലിന്യ സംസ്കരണ കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നില്ല. അവിടെ അത് കൂട്ടിവെച്ചിട്ട് മാർക്കറ്റിൽ അടിച്ചു വാരുന്ന കരിയിലയും മറ്റ് മാലിന്യങ്ങളും ചാക്കിൽ കെട്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരു OWC അവിടെ ഉണ്ട്. അത് പ്രവർത്തനരഹിതമാണ്. അത് ഇവരുടെ ഭരണ നേട്ടമായി ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് ചെയർമാൻ വലിയ വികസന നേട്ടമായി പറഞ്ഞത് ഡയാലിസിസ് യൂണിറ്റിന്റെ കാര്യമാണ്. ഡയാലിസിസ് യൂണിറ്റിനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചത് മുൻ ഭരണസമിതിയാണ്. അതിന്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഭരണാനുമതി വാങ്ങി എല്ലാ നടപടികളും പൂർത്തീകരിച്ച ഒരു പദ്ധതി അത് UDFന്റെ പദ്ധതിയാണെന്ന് പറയുന്നത്. 4 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് പ്രവർത്തിപ്പിച്ചത്. 4 വർഷക്കാലം അങ്കമാലി പ്രദേശത്ത് നമുക്കെല്ലാവർക്കും അറിയാം, നിരവധിയാർന്ന വൃക്ക രോഗികൾ സാമ്പത്തികമായി എല്ലാം വലിയ തരത്തിൽ പ്രയാസപ്പെടുകയാണ്. അത്തരം രോഗികളെ സഹായിക്കുന്ന ഒരു പദ്ധതി മുൻ LDF ഗവൺമെന്റ് ഭരണസമിതി നടപ്പാക്കിയ ഒരു പദ്ധതി. ആ പദ്ധതി യഥാർത്ഥത്തിൽ അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കവും ഇവർ നടത്തി. ശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിരന്തര സമരത്തെ തുടർന്നും 4 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അത് തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷക്കാലം അത് അടച്ചിട്ടു. അപ്പോൾ അത് വൈകിപ്പിക്കുന്ന ഒരു സഹായം ആണ് ഇവർ യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. അതും ഇവരുടെ വലിയ നേട്ടമായി കണക്കാക്കുകയാണ്. പിന്നെ പറഞ്ഞത് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ ഏർപ്പാടാക്കിയെന്നാണ് പറഞ്ഞത്. ഒരു ഭരണസമിതിയുടെ നേട്ടം പറയുന്നത് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ ഈടാക്കിയെന്നും. ഈ ചെയർമാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത്? ഈ ഓട്ടോ വാങ്ങി ഹരിതകർമ്മസേനയ്ക്ക് ഒരു ഭരണസമിതി KPCC ഭാരവാഹിയും DCC ഭാരവാഹിയും ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ അങ്കമാലിയിലെ പ്രബല നേതൃത്വം ഭരണം കൈയാളിയ ഒരു നഗരസഭയിൽ ഈ ഓട്ടോ അങ്കമാലി നഗരസഭയിൽ വാങ്ങി എന്നുള്ള ഒരു വലിയ നേട്ടമാണ് പറയുന്നത്. ISO സർട്ടിഫിക്കേഷൻ, അങ്കമാലി നഗരസഭ ISO സർട്ടിഫിക്കേഷൻ ഉള്ള നഗരസഭയാണ്. പണ്ടേ തുടങ്ങി എത്രയോ വർഷക്കാലമായി. ISO സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും എന്തോ വലിയ വികസനം നടത്തിയിട്ടുള്ള കാര്യമാണെന്ന് ഉദ്ദേശിക്കുന്നത്. ഒരു വികസനമല്ല. അതിൻ്റെ ഫ്രണ്ട് ഓഫീസ്, ഫയലുകൾ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൃത്യമായി നടക്കുന്ന കാര്യത്തിലാണ് ISO സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അല്ലാണ്ട് വികസനത്തിന്റെ സൂചിക നോക്കി മാർക്കിട്ട് കൊടുക്കുന്ന കാര്യമല്ല ISO സർട്ടിഫിക്കേഷൻ. ഇത് അങ്കമാലി നഗരസഭയ്ക്ക് പണ്ടേ ISO സർട്ടിഫിക്കേഷൻ ഉള്ള കാര്യമാണ്. ഇതും ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നൊരു കാര്യമാണ്. മറ്റൊന്ന് ഇന്നലെ ചെയർമാൻ ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞത് 107% പദ്ധതി വീതം ചെലവഴിക്കുന്നതാണ്. നമ്മളെല്ലാം മാർക്ക് നോക്കുന്നത് ശതമാനം നോക്കുന്നത് 100-ലാണ്. ഇത് 107%. അപ്പൊ എത്ര ശതമാനത്തിലാണ് ഈ 107 വന്നു എന്നുള്ളത് സംബന്ധിച്ച് ചെയർമാൻ പറയണം. ഇത് ഈ ഭരണസമിതിയുടെ കഴിവുകളിന്റെ ഭാഗമായി സ്പില്ലോവറായി വന്ന പദ്ധതികളാണ്. അതായത് കഴിഞ്ഞ വർഷങ്ങൾ നടപ്പാക്കാതിരുന്ന പദ്ധതികൾ, ആ പദ്ധതികൾ ഇപ്പോൾ നടപ്പാക്കി. അങ്ങനെയാണ് സ്പില്ലോവർ പദ്ധതി എന്ന് പറയുന്നത്. ആ സ്പില്ലോവർ പദ്ധതി നടപ്പാക്കിയതും വലിയ നേട്ടമായി നഗരസഭാ ചെയർമാൻ പത്രങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. മറ്റൊന്ന് MCF-ഉം ടറഫ് കോട്ടും ഇവർ നടപ്പാക്കി എന്ന് പറയാം. വിവരക്കേട് എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് പറയാനായിട്ട്? MCF കഴിഞ്ഞ LDF ഭരണസമിതിയാണ് അയ്യായിപ്പാടത്ത് നടപ്പാക്കിയത്. ആ പദ്ധതി 2018 നവംബർ മാസം 1-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അങ്കമാലി നഗരസഭയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള സംഘം അയ്യായിപ്പാടത്തേക്ക് പോകുന്ന സമയത്ത് അവിടെ നിന്നുള്ള കോൺഗ്രസിന്റെ കൗൺസിലർമാർ ഈ പദ്ധതിക്കെതിരെ അവിടെ കരിങ്കോടി വീശി പ്രതിഷേധിക്കുന്ന അവസ്ഥ വന്നു. അപ്പൊ അന്ന് ആ പരിപാടി മാറ്റിവെക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഇവര് ഇടതുപക്ഷം കൊണ്ടുവന്ന ഈ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അന്നത്തെ കോൺഗ്രസ് നടത്തിയത്. തന്നെയല്ല, അന്ന് അവിടെ MCF യാഥാർത്ഥ്യമാക്കുകയും ടറഫ് കോഡ് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തത് മുൻ ഭരണസമിതിയാണ്. അതിന്റെയും പുതൃത്വം 8 അമ്മൂഞ്ഞിന്റെ പോലെ ഏറ്റെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നഗരസഭ ചെയർമാൻ മാറുകയാണ്. കതിരണിയാൻ നെൽപ്പാടം 100 ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തു എന്ന് പറയുന്നത് എന്തിനാ ഇങ്ങനെ വിവരക്കേട് വിളിച്ച് പറയുന്നത്? സംസ്ഥാന സർക്കാരിന്റെ കൃഷി വകുപ്പ് നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണത്. നഗരസഭയ്ക്ക് അതിനകത്തൊരു ഫണ്ട് വരുമില്ല. എന്നിട്ട് ആകെ 26 ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തിയത്. 100 ഏക്കറിൽ കതിരണിയാൻ നെൽകൃഷി നടത്തി എന്ന് പറയുന്നത്. എത്ര സ്ഥലത്ത് വിളവെടുത്തത്? 26 ഏക്കറിൽ മാത്രമാണ് കൃഷി ഇറക്കിയത്. അതിൽ തുലവും തുച്ഛമായ സ്ഥലത്ത് മാത്രമാണ് വിളവെടുത്തിട്ടുള്ളത്. അതും ഇവരുടെ ഒരു നേട്ടമായിട്ടാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാലിന്യ സംസ്കരണത്തിന് വീടുകൾക്കും സ്ഥാപനങ്ങൾക്കും ബയോബിൻ നൽകിയ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നൽകിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങൾക്ക് വേറെ ആക്ഷേപമില്ല. ആ നൽകിയ ബയോബിന്നുകൾ പല വീടുകളിലും അരിയിട്ട് വെക്കാനും തുണിയിട്ട് വെക്കാനുമാണ് ഉപയോഗിക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി വീടിന്റെ അകത്ത് സംസ്കരിക്കുന്നതിന് വേണ്ടി കൊടുത്ത ബിന്നുകളാണ്. അത് ബഹുഭൂരിപക്ഷം സ്ഥലങ്ങളിലും നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല ഉപയോഗിക്കുന്നത്. അത് വിതരണം ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് വലിയ നേട്ടമായി കണക്കാക്കേണ്ട ഒരു കാര്യമില്ല.
മറ്റൊന്ന് പറഞ്ഞത് ചെയർമാന്റെ ദുരിതാശ്വാസ നിധി 3-ാം വട്ടം വിതരണം ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ നഗരസഭാ കൗൺസിലിൽ കൃത്യമായി ചർച്ച നടത്താതെയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കിയത്. എങ്ങനെയാണ് ഈ ഫണ്ട് ശേഖരിക്കുന്നത്? അതിന്റെ കൃത്യമായ ഒരു കണക്ക് പോലും ഇതുവരെ ഒരു പുറത്തുവിട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് എടുക്കാനും നമ്പറിങ്ങിനുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ വരുന്ന ആളുകളെ, ഗുണഭോക്താക്കളെ സെക്രട്ടറി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനൊരു കാര്യം നഗരസഭാ ചെയർമാന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് അടയ്ക്കണമെന്ന് നിർബന്ധിപ്പിച്ച് പറഞ്ഞ് അങ്ങനെ ഫണ്ട് വാങ്ങി ആണ് ഈ പണം കൊടുക്കുന്നത്. അത് ഒരു പരിധിവരെ കോൺഗ്രസിന്റെ തൽപര കക്ഷികളായിട്ടുള്ള ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് ഈ പണം കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. എന്നാൽ അതിന് സുതാര്യത ഇല്ലാതെയാണ് ഈ കാര്യം നടത്തുന്നത്. ഇവർക്ക് അങ്ങനെ ഇത് കൊടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇവരിപ്പോ 4 വർഷക്കാലം കഴിഞ്ഞല്ലോ, എന്തുകൊണ്ട് അവസാന നാളിലേക്ക് ഇത് മാറ്റിവെച്ചു? അപ്പൊ സ്വാഭാവികമായും ഇതെല്ലാം വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുകയാണ്. ഇപ്പൊ ഏറ്റവും പ്രധാനമായി ഗതാഗത കുരുക്ക്. നമുക്കറിയാം, അങ്കമാലി പട്ടണം അതിഗുരുതരമായിട്ടുള്ള ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ്. ഇവിടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി വിളിച്ചു ചേർക്കുന്നതിനോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു ചേർക്കുന്നതിനോ ഈ ഗതാഗത കുരുക്ക് ഇപ്പോൾ ഉത്സവ സമയം വരെയാണ്. അങ്കമാലിയിൽ വന്നു കഴിഞ്ഞാൽ കുപ്പിക്കഴുത്തിൽ വന്ന് പെട്ട മാതിരിയാണ്. ഒരാൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അതീവ ഗുരുതരമാണ് അങ്കമാലി പട്ടണത്തിൽ ഗതാഗത കുരുക്ക്. എന്താണ് അങ്കമാലി പട്ടണത്തിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുവാൻ ഈ ഭരണസമിതി വന്നതിന് ശേഷം നടപ്പാക്കിയിട്ടുള്ള പദ്ധതികൾ? ഒന്നും ഇവർക്ക് വിശദീകരിക്കാൻ കഴിയില്ല. വഴിയോര കച്ചവടം ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു ദിവസം ചെയർമാനും സെക്രട്ടറിയും ഉദ്യോഗസ്ഥന്മാരും കൂടി ഓടിപ്പോയി വഴിയോരത്ത് കിടന്ന തട്ടുകടകളെല്ലാം എടുത്ത് മുനിസിപ്പാലിറ്റി കൊണ്ടുവന്നിട്ടു. ഞങ്ങൾ അന്ന് പറഞ്ഞു, ഇത് ദീർഘവീക്ഷണമില്ലാത്തൊരു പദ്ധതിയാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതിന് നിയമ ഉപദേശം തേടേണ്ടതുണ്ട്. നിയമസാധ്യത ഇല്ലാത്തൊരു കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മളതിനകത്ത് നാണം കെട്ടേണ്ടി വരും എന്ന് പറഞ്ഞു. എല്ലാം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാരെല്ലാം വെല്ലുവിളിച്ചുകൊണ്ടാണ് അന്ന് ഈ പറയുന്ന വഴിയോര കച്ചവടം ഒഴിവാക്കാൻ പോയത്. ഇപ്പൊ വീണ്ടും കോടതി നിർദ്ദേശപ്രകാരം ഈ വഴിയോര കച്ചവടക്കാരെ അതേ സ്ഥലത്ത് തന്നെ പുനഃസ്ഥാപിക്കേണ്ടെന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ നിലവിൽ ഞങ്ങൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് എന്ത് ചെയ്തു എന്ന ചോദ്യത്തിന് ഒരു വിശദീകരണവും, തൃപ്തികരമായിട്ടുള്ള ഒരു വിശദീകരണവും ഞങ്ങൾക്ക് നല്ല പൊതുസമൂഹത്തിന് കൊടുക്കുവാൻ ബഹുമാനായ നഗരസഭാ ചെയർമാന് സാധിച്ചിട്ടില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഇന്നിപ്പോ നവമാധ്യമങ്ങളിൽ കൂടി ഞങ്ങൾ ബഹുമാനപ്പെട്ട ചെയർമാനെ പരസ്യ സംവാദത്തിന് സ്വാഗതം ചെയ്യുകയാണ്. പരസ്യമായി സംവദിക്കാൻ അങ്കമാലി നഗരസഭയിൽ 2015-20 കാലഘട്ടത്തിൽ LDF ഭരണസമിതി നടപ്പാക്കിയ കാര്യം 14-15 സമയത്ത് ബഹുമാനായ മുൻ നഗരസഭാ ചെയർമാൻ ബെന്നി മൂഞ്ഞേരിയുടെ സമയത്ത് ഒറ്റ വർഷക്കാലം കൊണ്ട് അങ്കമാലി നഗരസഭയിൽ നടപ്പാക്കിയ വികസനം, ആ വികസന പ്രവർത്തനമാണ് ഒരു 14-15 വർഷത്തിൽ നടപ്പാക്കിയ വികസനമാണ് യഥാർത്ഥത്തിൽ 15-20 സമയത്ത് അങ്കമാലിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനു ഭരണം ലഭിക്കാനുള്ള കാരണം. അപ്പൊ അങ്ങനെ നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു ഭരണസമിതിയാണ് നിലവിൽ അങ്കമാലിയിലുള്ളത്. ആ ഭരണസമിതി നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തുടങ്ങി വെച്ച പദ്ധതികൾ അട്ടിമറിക്കുന്ന, അതല്ലെങ്കിൽ ഇവരെന്തുകൊണ്ട് ഇത് നടപ്പാക്കുന്നില്ല? ഇപ്പോ ഈ പറയുന്ന സ്ഥലം വാങ്ങിയാൽ ഞങ്ങൾ പലപ്പോഴും പറയാറുണ്ട്, ഇതിനകത്ത് നടന്നിട്ടുള്ളത് വലിയ തരത്തിലുള്ള കുതിര കച്ചവടമാണ്, വലിയ തരത്തിലുള്ള അഴിമതി ഭൂമി വാങ്ങലുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 4.5 വർഷം എത്താൻ നോക്കുന്നത് ഈ ഭൂമി വാങ്ങാനായിട്ട്? വികസന പ്രവർത്തനം നടത്താനാണെങ്കിൽ ഇവർ തന്നെയല്ലേ ഈ പറയുന്ന ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണല്ലോ ഇതിനും കൂടെ ഭരിച്ചത്, അവർ അതിനകത്ത് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇവര് ഓരോരുത്തരും മാറി ഞാനുള്ളപ്പോൾ നടത്താം, ഞാനാണ് കേമൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഇത്രയും കാലം വെറുതെ പാഴാക്കി. 4.5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ഒന്നും എടുത്തു പറയാനില്ല. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. അത് കഴിഞ്ഞ ഭരണസമിതി ചെയ്ത നേട്ടങ്ങൾ പറഞ്ഞാൽ ഈ ഭരണസമിതിയുടെ കോട്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാവും. ഏറ്റവും പ്രധാനമായിട്ട് അങ്കമാലി നഗരസഭ 2015-20 കാലഘട്ടത്തിൽ നടപ്പാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ലൈഫ് ഭവന പദ്ധതി. വീടും സ്ഥലവും ഇല്ലാത്ത, വഴിയോരത്ത് താമസിക്കുന്ന, തിണ്ണയിൽ കിടന്നുറങ്ങുന്ന, അന്തിയുറങ്ങാൻ കിടപ്പാടമില്ലാത്ത ആളുകൾക്ക് സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ച ഒരു പ്രധാന പദ്ധതിയാണ് ലൈഫ് ഭവനം. അങ്ങനെ ലൈഫ് ഭവന പദ്ധതി അങ്കമാലി വേങ്ങൂരിൽ 10-ാം വാർഡിൽ വളരെ സുതാര്യമായി നമ്മൾ പണിയുകയും ബഹുമാനായ കേരളത്തിന്റെ സമാരാധനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അങ്കമാലിയിൽ വന്ന് ഉദ്ഘാടനം ചെയ്തൊരു പദ്ധതിയാണ്. 12 കുടുംബങ്ങളെയാണ് അവിടെ താമസിപ്പിച്ചത്. അതിൽ മേനാച്ചേരി ഏലിയ പാപ്പു ദമ്പതികൾ നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്ത് അങ്ങനെ ഒരു മാതൃകാ ഭവനം, ശാന്തി ഭവനം പണിത് 12 കുടുംബങ്ങളെ നമ്മളോട് താമസിപ്പിച്ചു. ഈ ഭരണസമിതി ഒന്നിനു ശേഷം
ബഹുമാനായ റെജി മാത്യു ചെയർമാനായിരിക്കുന്ന കാലയളവിൽ 9-ാം വാർഡ് വളവഴിയിൽ ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായി മറ്റൊരു ഫ്ളാറ്റ് പണിയാൻ തറക്കല്ലിട്ടു. ബഹുമാനായ അങ്കമാലിയുടെ MLA ആണ് അവിടെ വന്ന് തറക്കല്ലിട്ടത്. തറക്കല്ലിട്ടിട്ട് ഇപ്പൊ 3 വർഷം പിന്നിട്ടു. എന്തേ അവിടെ ഒരു കല്ലെടുത്ത് വെക്കാൻ കഴിയുന്നില്ല? ബഹുമാനായ റോജി എം ജോൺ MLA തറക്കല്ലിട്ട ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഈ ലൈഫ് ഭവന പദ്ധതി പൂർത്തീകരിക്കാൻ ഇവർക്ക് കഴിയാത്തത്? എന്താണ് ഇവരെ നയിക്കുന്ന ചേതോവികാരം? പാവപ്പെട്ട ആളുകളെ വെല്ലുവിളിക്കുന്നതിന്റെ ഭാഗമായാണോ, അതോ ഈ ലൈഫ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും LDF അല്ലെങ്കിൽ പിണറായി വിജയന്റെ മുഖം തെളിഞ്ഞു വരും, അതുകൊണ്ട് അങ്ങനെ LDF ഗവൺമെന്റിന് ഒരു നേട്ടം ഇല്ലാതിരിക്കാൻ വേണ്ടി ചെയ്തതാണോ ആ പരിപാടി അട്ടിമറിച്ചത്? അതൊന്നും ഇവർ പറയണം. നേരത്തെ പറഞ്ഞു പട്ടികജാതി ഭവന സമുച്ചയം ഞങ്ങളുടെ സമയത്തുള്ള വലിയൊരു നേട്ടമാണ്. മുനിസിപ്പൽ പാർക്ക് ബഹുമാനായ മുൻ ചെയർമാന്റെ സമയത്താണ് ആ സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി വിട്ടുകിട്ടി അവിടെ വലിയ തരത്തിൽ മുനിസിപ്പൽ പാർക്ക് നമ്മൾ പണിതു. MCF കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. ടറഫ് കോർട്ട് മുൻ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. അക്കിത്തം ഓപ്പൺ എയർ സ്റ്റേഡിയം മുൻ ഭരണസമിതി കാലത്ത് പണിതാണ്. മാമോഗ്രാം യൂണിറ്റ് അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. അൾട്രാസൗണ്ട് സ്കാനിംഗ് സെന്റർ മുൻ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് മുൻ ഭരണസമിതിയുടെ കാലത്ത് പണിതാണ്. കോൺഫറൻസ് ഹാൾ മുൻ ഭരണസമിതി യാഥാർത്ഥ്യമാക്കിയതാണ്. OP വിഭാഗം നവീകരണം വിപുലീകരണം താലൂക്ക് ആശുപത്രിയിൽ മുൻ ഭരണസമിതിയുടെ കാലത്ത് നടന്നതാണ്. ഡയാലിസിസ് യൂണിറ്റ് LDF വിഭാവനം ചെയ്ത പദ്ധതിയാണ്. RO പ്ലാന്റ് LDF വിഭാവനം ചെയ്ത പദ്ധതിയാണ്. ശീതീകരിച്ച പ്രസവ വാർഡ്, ഓപ്പറേഷൻ തിയേറ്റർ, മാതൃശിശു സംരക്ഷണ യൂണിറ്റ് ഇതെല്ലാം മുൻ ഭരണസമിതി കാലത്ത് താലൂക്ക് ആശുപത്രി നടപ്പാക്കിയ വികസനമാണ്. ചെമ്പന്നൂർ നേരത്തെ പറഞ്ഞ പോലെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ മുൻ ഭരണസമിതിയുടെ സംഭാവനയാണ്. ക്ഷീര കർഷകർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ആനുകൂല്യം നൽകുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് രണ്ടാമത്തെ നഗരസഭയാണ് ഈ നിലയിൽ 100 ദിവസം 10 ലിറ്റർ പാൽ വീതം അളന്നു കഴിഞ്ഞാൽ 32,000 രൂപ ആനുകൂല്യം കൊടുക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ രണ്ടാമത്തെ നഗരസഭ അങ്കമാലിയിലാണ്. ആ പദ്ധതി ഒരു അട്ടിമറിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി PMA ഗുണഭോക്താക്കൾക്ക് സൗജന്യമായി ഹോളോ ബ്രിക്സ് കൊടുക്കുന്ന പദ്ധതി സംസ്ഥാനത്ത് ആദ്യമായി നടപ്പാക്കിയത് അങ്കമാലിയിലാണ്. ഇപ്പോൾ പദ്ധതി അട്ടിമറിച്ചു. വിശപ്പ് രഹിത കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തെ ആദ്യ ജനകീയ ഹോട്ടൽ അങ്കമാലിയിൽ സ്ഥാപിച്ചു. ഇപ്പോഴും വളരെ ഭംഗിയായി പോവുകയാണ്. LDF ഭരണസമിതിയുടെ സംഭാവനയാണ്. മറ്റൊന്ന്, ഇതിന്റെ എല്ലാം ഭാഗമായി താലൂക്ക് ആശുപത്രി നടത്തിയിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് ആർദ്രം പുരസ്കാരം സംസ്ഥാന ഗവൺമെന്റിൽ നിന്നും മികച്ച ആരോഗ്യ രംഗത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആർദ്രം പുരസ്കാരം 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും സംസ്ഥാന മുഖ്യമന്ത്രിയിൽ നിന്നും അന്നത്തെ മുനിസിപ്പൽ ചെയർമാൻ നേടുകയുണ്ടായി. ഒപ്പം തന്നെ ചെത്തിക്കോട് സ്മാർട്ട് അംഗനവാടിക്ക് വേണ്ടി സ്ഥലം വാങ്ങി. നഗരസഭയിൽ മുൻ നിയമസഭാ സ്പീക്കർ AP കുര്യന്റെ സ്മരണാർത്ഥം ഒരു ഓഡിറ്റോറിയം മുകളിൽ സ്ഥാപിച്ചു. ഭിന്നശേഷി കുട്ടികൾക്കായി നായത്തോട് റീഹാബിലിറ്റേഷൻ സെന്റർ വലിയ ഒരു പദ്ധതിയായിരുന്നു. പോലീസ് സ്റ്റേഷൻ സമീപം കോടികൾ വില വരുന്ന 52 സെന്റ് സ്ഥലം നഗരസഭയ്ക്ക് സൗജന്യമായി ലഭ്യമാക്കി. നിരന്തര ഇടപെടലിനെ തുടർന്ന് പീച്ചനിക്കാട് കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമാക്കി. മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാക്കി. സർക്കാർ സ്കൂളുകളിൽ കോടികൾ ചെലവഴിച്ച് കെട്ടിട നവീകരണം, വാട്ടർ ATM കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടി വാട്ടർ ATM വിവിധങ്ങളായ പ്രദേശങ്ങൾ സ്ഥാപിച്ചു. അതെല്ലാം ഇപ്പോൾ പ്രവർത്തനരഹിതമാണ്. ചെമ്പന്നൂർ തലശ്ശേരി കൃഷി ആരംഭിച്ചത് മുൻ ഭരണസമിതിയാണ്. താലൂക്ക് ആശുപത്രിയിൽ ഫ്രീസിംഗ് യൂണിറ്റ് നടപ്പാക്കിയത് മുൻ ഭരണസമിതിയാണ്. അപ്പൊ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധിയാർന്ന വികസന പ്രവർത്തനങ്ങൾ ഞങ്ങൾ കൃത്യമായി കണക്ക് വെച്ച് പറയുന്നത്, അതല്ലാതെ പുകമറ സൃഷ്ടിച്ചല്ല ഒരു കാര്യം പറയണത്. അപ്പൊ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് മുൻ ഭരണസമിതി നടപ്പാക്കിയത്. ഒപ്പം തന്നെ ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ് 6 കോടിയിൽ പരം രൂപ ചെലവ് ചെയ്ത് താലൂക്ക് ആശുപത്രിയുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് വലിയ തരത്തിലുള്ള ബൃഹത്തായ വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കെട്ടിടം അവിടെ പൊങ്ങിവരികയാണ്. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത്, കഴിഞ്ഞ ഭരണസമിതി നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നിസ്സാരമായി കാണേണ്ടതില്ല. മഹാമാരിയും മഴക്കെടുതിയും മഹാപ്രളയവും എല്ലാം ബാധിച്ച് നിരവധി ആർന്ന ഫണ്ട് നമുക്ക് ലഭിക്കാൻ ഉണ്ടായിരുന്ന ഫണ്ട് വരെ ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ പോലും ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ജനോപകാരമായ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും നടപ്പിലാക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഈ ഒരു ബാധ്യത ഇപ്പം ഇല്ല. ഇപ്പം ആകെ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പോൾ മറ്റൊന്ന് സംസാരിക്കാനായിട്ട് പഠനം അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അത്യാവശ്യം കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പം ഇന്നലെ ചെയർമാൻ പറഞ്ഞു അവിടുത്തെ കുടിമരത്തെ സംബന്ധിച്ചും ഗേറ്റിനെ സംബന്ധിച്ചും LDFന് ആക്ഷേപമുണ്ട്. മറ്റ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായുള്ള പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് ആർച്ചോ ഗേറ്റോ ആനയോ കുതിരയോ എന്തുകൊണ്ട് വാങ്ങിച്ചോട്ടെ,
ഞങ്ങൾക്കൊരു ആക്ഷേപമില്ല. ഇവിടെ എന്താണ് പ്രശ്നം? ഇത്തരത്തിലുള്ള ജനോപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ അട്ടിമറിക്കുകയും ഇവർ കുറെ പോസ്റ്റ് അങ്കമാലി നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നഗരസഭാ ചെയർമാൻ PA വെച്ചത്. അങ്കമാലി നഗരസഭ ഇതിനു മുമ്പ് ഒരു നഗരസഭാ ചെയർമാനും വെച്ചിട്ടില്ല. അങ്കമാലി നഗരസഭയിൽ ചെയർമാന് പേഴ്സണൽ അസിസ്റ്റന്റ് വെച്ച് ഒരു വർഷം ലക്ഷങ്ങളാണ് ശമ്പളമായി കൊടുത്തത്. നിങ്ങൾ വിവരാവശ്യം വെച്ച് അവിടെ ചോദിച്ചാൽ കിട്ടുമത്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല. ഇവിടെ ചെയർമാന്റെ ക്യാബിൻ ഇപ്പൊ 5 സ്റ്റാർ ഹോസ്പിറ്റലിന് 5 സ്റ്റാർ ഹോട്ടലിന് സമാനമായ രീതിയിലാണ് ഇപ്പോ നഗരസഭാ ചെയർമാന്റെ ക്യാബിൻ. AC ആക്കണം, ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയിട്ട് ചെയർമാനും മറ്റുള്ള ആളുകളൊക്കെ കുടിവെച്ച കാറിൽ AC ഇട്ട് നടന്നോട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതൊന്നും ചെയ്യാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഈ ഭരണസമിതിയുടെ പോക്ക്. തീർച്ചയായും ഇന്നലെ ബഹുമാനായ നഗരസഭാ ചെയർമാൻ ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തി ഈ കാര്യങ്ങൾ പറഞ്ഞത് നന്നായി. അതുകൊണ്ട് ഈ 4 വർഷക്കാലം അങ്കമാലിയിൽ നടന്നത് എന്താണെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്ക് ജനങ്ങളോട് വിശദീകരിക്കാനുള്ള ഒരു അവസരം കിട്ടി. ഇനിയും നഗരസഭാ ചെയർമാൻ പത്രസമ്മേളനം നടത്തണം. അങ്ങനെ നടത്തുമ്പോൾ ഞങ്ങൾ സ്നേഹത്തോടുകൂടി ഒരു വെല്ലുവിളിക്ക് ഞങ്ങളില്ല. ഞങ്ങളൊക്കെ ഈ അങ്കമാലിൽ ഈ പ്രദേശത്ത് സാധാരണ രാഷ്ട്രീയപരം നടത്തുന്ന സാധാരണക്കാരാണ്. ഇവരൊക്കെ വലിയ KPC നേതാക്കന്മാരൊക്കെയാണ്. ഈ അവഹേളനം നടത്തിക്കൊണ്ടുള്ള പത്രസമ്മേളനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റിവെച്ച് ഒരു പരസ്യ സംവാദനത്തിന് ചെയർമാൻ പറയുന്ന സ്ഥലത്ത് സമയത്ത് CSAയിലോ മുനിസിപ്പാലിറ്റിയിലോ TV-യിലോ എവിടെ വേണമെങ്കിലും ചെയർമാൻ വിളിച്ചോട്ടെ. ഞങ്ങൾ ഈ രേഖകൾ സഹിതം വന്ന് ചെയർമാനൊപ്പം സ്നേഹത്തോടു കൂടി സംവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്തരത്തിലുള്ള ഈ മുട്ടാപ്പോക്കും ഈ അഹങ്കാരവും മാറ്റിവെച്ച് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഇനിയിപ്പോൾ ആകെ നിസ്സാര ദിവസം മാത്രമാണ് ഈ ഭരണസമിതിയുടെ കാലാവധി ഉള്ളൂ. ആ കാലാവധിക്കുള്ളിൽ ഇപ്പോൾ ഇവർക്ക് ഇനിയിപ്പോൾ ആകെ ചെയ്യാനുള്ളത് അവിടെ ആർച്ച് വെച്ചതിന്റെ ഭാഗമായി ഒരു മാർബിളിൽ കല്ല് കുത്തി ചെയർമാന്റെ പേര് വയ്ക്കും. പിന്നെ ഈ പറയുന്ന നമ്മുടെ കൊടിമരത്തിന്റെ അവിടെയും ഒരു കാല് വെച്ച് അവിടെയും ഒരു മാർബിൾ കൊത്തിവെച്ച് ഈ പേര് സ്ഥാപിക്കാനുള്ള ദ്രുതഗതിയിലുള്ള ഒരു ഏർപ്പാടാണ് നടക്കുന്നത്. മറ്റു കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട മുൻ ചെയർമാൻ ബെന്നി മുഞ്ഞിലിയോട് ശരിയായിരിക്കും. അല്ല എന്നാലും പറയേ. പ്രിയമുള്ളവരെ, വളരെ വിശുദ്ധമായി തന്നെ LDF പാർലമെൻറ്റ് പാർട്ടി ലീഡർ TY എലിയാസ് ചെയർമാൻ നടത്തിയ പത്രസമ്മേളനത്തിലെ വിരോധാഭാസം ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യത്തിൽ എനിക്ക് ബഹുമാനപ്പെട്ട ചെയർമാൻ പോളിനോട് ഒരു സഹതാപമാണ് തോന്നണത്. വേറൊന്നുണ്ടല്ലോ. അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞു, ഇതുവരെ എന്തെങ്കിലും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയല്ല പറഞ്ഞതെന്ന് മാത്രം, ആദ്യത്തെ ചെയർമാനായി ഈ ഭരണസമിതിയുടെ കാലത്ത് അധികാരമേറ്റത് റിജി മാത്യു ആണ്. അതിനുശേഷം മാത്യു തോമസ് വന്നു. അവസാന ഘട്ടത്തിലാണ് എനിക്ക് ഈ അവസരം വന്ന് ലഭിച്ചത്. അതുപോലെ തന്നെ വൈസ് ചെയർമാനായിട്ട് ആദ്യം ശ്രീമതി റീത്ത പോൾ വന്നു, പിന്നെ സിനി വന്നു. മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കാര്യം പറയാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അറിയാം 16 പേരുടെ പേര് പറയേണ്ടി വരുന്നു. അതുകൊണ്ട് പുള്ളി അത് ഒഴിവാക്കി. അങ്കമാലി പട്ടണത്തിലെ ജനങ്ങളുടെ മുൻപിൽ എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതാണ് കാലങ്ങളായി UDF എന്നൊക്കെ അങ്കമാലി നഗരസഭയുടെ ഭരണസാന്നിധ്യം അവരിൽ നിക്ഷിപ്തമായിട്ടുണ്ടോ, ഒന്നുകിൽ ആളുകൾ കാലുമാറി അത് കുറച്ച് സമയത്തേക്ക് ഇടതുപക്ഷത്തിൻ്റെ കൈ കൊടുക്കും. ആ സമയത്ത് അവർ ക്രിയാത്മകമായ പ്രവർത്തനത്തിലൂടെ അങ്കമാലിയിൽ സാധ്യമാകുന്ന എന്തെങ്കിലുമൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഒരു നഗരസഭയ്ക്ക് അല്ലെങ്കിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വികസനം എന്ന് പറയുന്നത് കാലാകാലങ്ങളിൽ സംസ്ഥാന ഗവൺമെൻറ്റോ കാലാകാലങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റോ പ്രഖ്യാപിക്കുന്ന പദ്ധതികളും പരിപാടികളും അത് നടപ്പിലാക്കുക എന്നത് ഒരു കൗൺസിലിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം അത് നടപ്പിലാക്കാൻ സർക്കാർ ശമ്പളം കൊടുത്ത് ശമ്പളം പറ്റി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ആ കാര്യം നിർവഹിക്കും. കാരണം അത് സ്റ്റാറ്റ്യൂട്ടറി ഓർഡറാണത്. ആ ഓർഡർ നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അപ്പൊ അത് നടപ്പിലാക്കിയത് ഏതെങ്കിലും ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയുടെ ഒരു കഴിവാണെന്ന് പറയുന്നത് തന്നെ അവരുടെ ബലഹീനതയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം പലപ്പോഴും ഈ സ്റ്റാറ്റ്യൂട്ടറി സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളുടെ പരിപാടികളുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്കതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള പത്രമാധ്യമ പ്രവർത്തകർക്കും അത് മനസ്സിലായിട്ടുണ്ടാവും. കാരണം
താഴേന്ന് ഉള്ള കുറേ കണ്ടിജൻസി ജീവനക്കാരും അതുപോലെ തന്നെ ഹെൽത്തിലെ സ്റ്റാഫും റവന്യൂവിലെ സ്റ്റാഫും മറ്റു ആൾക്കാരും ഒക്കെപ്പാടെ കൂടി 1.5 മണിക്കൂർ നേരത്തേക്ക് ആരെങ്കിലുമൊക്കെ നാമമാത്രമായിട്ടുള്ള ആളുകൾ ഓഫീസിലിരുത്തിക്കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ മുകളിലേക്ക് കയറി വരും. 10-45 പേരുണ്ടാവും. കൗൺസിലർമാർ 10-20 പേര് വരും. പിന്നെ ആരെങ്കിലും കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് സംഘടനാ പ്രവർത്തനമോ കാര്യങ്ങളൊക്കെ നടത്തുന്ന പൊതുപ്രവർത്തകരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടാവും. അങ്ങനെ ഒരു 100 പേരിൽ താഴെയുള്ള പരിപാടികളല്ലാതെ ഏതെങ്കിലും പരിപാടി അങ്കമാലി മുനിസിപ്പൽ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട മാലിന്യ സംസ്കരണത്തിൻ്റെ പരിപാടി, റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ ഭാരവാഹികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതല്ലെങ്കിൽ കുടുംബശ്രീയുടെ പരിപാടി, കുടുംബശ്രീ സഹോദരിമാർ എല്ലാവരും വരും. അതല്ലെങ്കിൽ ആശാവർക്കർമാരുടെ പരിപാടി, എല്ലാ അംഗനവാടി ടീച്ചർമാരും ആശാവർക്കർ ഹെൽപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ പാടെ കൂടി വരും. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 100, 150, 200 ആൾ, പിന്നെ മുനിസിപ്പൽ ജീവനക്കാർ നേരത്തെ പറഞ്ഞ ഗണത്തിലുള്ള ആളുകളൊക്കെ പാടെ കൂടി വരും. ഒരു 10-200 പേര് കൂടി ഉള്ളൊരു പരിപാടി അല്ലാതെ ഇതുവരെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഒരു പരിപാടി അങ്കമാലി മുനിസിപ്പൽ ഹാളിൽ വെച്ച് ഇതുവരെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടത്താനായിട്ട് മാറി മാറി വന്ന 3 ചെയർമാൻമാർക്കും കഴിഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ പദ്ധതികളൊക്കെ ഈ കൗൺസിൽ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതികളല്ല. സംസ്ഥാന ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് കാലാകാലങ്ങളിൽ അതാത് തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടത്തേണ്ട കാര്യങ്ങൾ അവർ തീരുമാനിക്കുകയും സ്റ്റാറ്റ്യൂട്ടറി ലെവലിൽ അത് ചെയർമാനെയും സെക്രട്ടറി അറിയിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന പരിപാടിയാണ്. അതല്ലാതെ നടക്കുന്ന പരിപാടികൾ എന്ന് പറയുന്നത് കഴിഞ്ഞ 4 കൊല്ലമായി ഓരോ വാർഡിനും 6 മുതൽ 10 ലക്ഷം രൂപ വരെ ചില തൻ്റെ ഇടവും മിടുക്കും കാര്യങ്ങളൊക്കെ ഉള്ള മെമ്പർമാർ അല്ലെങ്കിൽ ചെയർമാൻമാർ അല്ലെങ്കിൽ വൈസ് ചെയർമാനായിട്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വളരെ ശക്തിയുള്ള ആളുകൾ അവരൊക്കെ 15-20 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ വാർഡുകളിൽ നടത്തിയിട്ടുണ്ടാവും. ഏതാണ്ട് 8 കോടി രൂപയിലധികം നീക്കിയിരിപ്പ് ഉണ്ടായിരുന്ന സമയത്താണ് ഇപ്പോൾ ഈ ഭൂമിയുടെ പർച്ചേസിങ് നടന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഏതാണ്ട് 2 ജില്ലാൻ കോടി രൂപ ചെലവാക്കിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ പോരായ്മകളും കാര്യങ്ങളുമാണ് ഇപ്പോൾ ചെയർമാനെ കൊണ്ട് ഈ പത്രസമ്മേളനം നടത്താനായിട്ട് കാരണമായത്. അതല്ലെങ്കിൽ ചെയർമാൻ ഇത്രയും ധൈര്യപ്പെട്ട ഒരു പത്രസമ്മേളനം വിളിക്കില്ല. കാരണം എന്തൊക്കെയോ എവിടെയൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്ന് അങ്കമാലിയിലെ ജനത മനസ്സിലാക്കിയെന്ന് ചെയർമാനും ഭരണപക്ഷത്തിരിക്കുന്ന നേതാക്കന്മാർക്കും അതുപോലെ തന്നെ അവരെ നയിക്കുന്ന ലീഡർഷിപ്പിനും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പത്രസമ്മേളനം നടത്തി ഇങ്ങനെ നടത്തിയിട്ടില്ല. സ്ഥലം മേടിച്ചതിന്റെ അഴിമതിയെക്കുറിച്ച് എന്തെങ്കിലും ചെയർമാൻ ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞോ? ഇല്ല. സ്ഥലം മേടിച്ചതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. കാരണം MCFനോട് ചേർന്നുള്ള സ്ഥലം, ഒരു തരി പോലും വഴിയില്ലാത്ത മുട്ടിനോളം വെള്ളമുള്ള സ്ഥലമാണ് 1.25 ലക്ഷം രൂപ വില വെച്ച് വാങ്ങിയത്. അതുപോലെ തന്നെ അതിന്റെ വലതുവശത്ത് അത് MCFനോട് ചേർന്ന് തന്നെയുള്ള സ്ഥലം, അതും 2 ലക്ഷം രൂപ വില വെച്ചാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ MCF വികസിപ്പിക്കണം, അവിടെ മാലിന്യ സംസ്കരണം നന്നായി നടക്കണം, അവിടെ നല്ല എല്ലാ നഗരസഭകളിലും നടക്കണം. അതിനുള്ള പരിപാടികളൊക്കെ സംസ്ഥാന ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്, അത് കൃത്യമായി പാലിക്കപ്പെടുകയും ചെയ്യണം. പക്ഷെ അതിന് തന്നെ വേണ്ടിയിട്ട് ഒരു പ്രദേശം മുഴുവൻ മാലിന്യ കൂമ്പാരത്തിൽ ഒതുക്കുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി വിഭാവനം ചെയ്യാൻ പാടില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ആരോഗ്യം ഏറ്റവും കൂടുതൽ പരമപ്രധാനമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഇപ്പോഴും ഏറ്റവും കൂടുതൽ മാരകമായ രോഗങ്ങൾ പടർന്നു പന്തലിക്കുന്ന ഒരു കാലഘട്ടം കൂടെ കൂടിയിട്ടാണ്. കായികമായ വിനോദത്തിന് വേണ്ടി കായികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലാണ് അടുത്ത സ്ഥലം, വേറൊരു സ്ഥലം അവിടെ വാങ്ങിയിട്ടുള്ളത് എന്നാണ് ചെയർമാൻ പറയുന്നത്. മാലിന്യ സംസ്കരണവും ആരോഗ്യ പരിപാലനവും ഒരുമിച്ച് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? എനിക്ക് അതിന്റെ വിരോധാഭാസം മനസ്സിലാവണില്ല. MCFനോട് ചേർന്ന് തന്നെ വേണോ നമുക്ക് ആ പിള്ളേർക്ക് കളിക്കാനും മറ്റു കാര്യങ്ങൾക്കുമായിട്ടുള്ള സ്ഥലം? കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ സമയത്തും ഇടതുപക്ഷ കൗൺസിലിന്റെ സമയത്തും അതിൻ്റെ അകത്തൊരു ചെറിയ വിരോധാഭാസം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിനില്ലാതെ നിഷേധിക്കുന്നില്ല. കാരണം അവിടെയാണ് ടർഫ് പ്ലോട്ട് ആദ്യമേ തുടങ്ങാനായിട്ട് വേറെ സ്ഥലമില്ലാതിരുന്നത് കൊണ്ട് MCFന്റെ ഇത്രയും വലിയ വിപുലീകരണം ആ പ്രദേശത്ത് സാധ്യമാകുകയില്ല എന്ന തോന്നലോട് കൂടിയിട്ടാണ് അങ്ങനെ ഒരു സംവിധാനം അവിടെ ഒരുക്കിയത്. അത് വീണ്ടും 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 ആ ഒരു ഈ കൗൺസിലിന് എല്ലാ കാര്യങ്ങളും 100% നന്നായി പൂർത്തീകരിച്ച് എല്ലാം തികഞ്ഞ് പൂർത്തീകരിച്ച് കടന്നു പോകാൻ പോകുന്ന ഒരു കൗൺസിലും ഉണ്ടാവില്ല. അതൊക്കെ ഞങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഏതെങ്കിലും ഒരു പോരായ്മ ഈ കൗൺസിലിന് പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത കൗൺസിൽ വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കി തീർച്ചയായിട്ടും അതിലൊരു മാറ്റം വരുത്തണം. അതിന് പകരം വീണ്ടും 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 നമ്മൾ കുഴിയിൽ നിന്ന് കുഴിയിലേക്ക് ചാടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം അങ്കമാലിയിലെ ജനങ്ങൾക്ക് ഇതുവരെ ആ കാര്യങ്ങൾ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല.
എന്തോ ഒരു 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 അന്ധമായ ഒരു രാഷ്ട്രീയം ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഇത്രയധികം 15 പേര് യു ഡി എഫിൽ തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ തന്നെ 2 പേര് യു ഡി എഫിന്റെ കൂടെ കൂടി യു ഡി എഫിന് എതിരായി മത്സരിച്ച് ജയിച്ച 2 പേര്, 17 പേരെ നിർത്തി തുടങ്ങിയ ഭരണം 17 പേരിലും സ്ഥാനമാനങ്ങൾ നൽകിക്കൊണ്ടാണ് ഇപ്പൊ പര്യവസാനിപ്പിക്കാൻ പോകുന്നത്. എന്തെങ്കിലും ഞാൻ ബഹുമാനപ്പെട്ട ചെയർമാൻമാരോട് ചോദിക്കാം. ചെയർമാൻ എന്ന് ചോദിക്കുന്നതിലൊരു ഭംഗിയുണ്ട്. കാരണം ഇപ്പോഴത്തെ ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞ് 3 പേരുണ്ടായെന്ന്. നിങ്ങൾ 2020 ഈ കൗൺസിൽ അധികാരത്തിൽ വരുന്ന സമയത്ത് ഉണ്ടായതിനേക്കാൾ പുതിയതായി എന്ത് പദ്ധതിയാണ് അങ്കമാലി നഗരസഭയുടേതായി അങ്കമാലി നഗരസഭാ പ്രദേശത്ത് കാഴ്ചവെച്ചിട്ടുള്ളത്? നിങ്ങൾ പറയണം ജനങ്ങളോട്. ഞങ്ങൾ സമ്മതിക്കാം. എന്ത് പരിപാടി? ഗവൺമെന്റ് ആശുപത്രിയിലെ പരിപാടി അങ്കമാലി നഗരസഭയുടെ പരിപാടിയല്ല, സംസ്ഥാന ഗവൺമെന്റിന്റെ പദ്ധതിയാണ്. അത് നമ്മുടെ ക്രെഡിറ്റ് അല്ല, നമ്മുടെ പ്രൊജക്റ്റും അല്ല. 2013-14 കാലഘട്ടങ്ങളിൽ 2 ലക്ഷം രൂപ കൊടുത്ത് അങ്കമാലി ഗവൺമെന്റ് ആശുപത്രിയുടെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്ട് റിപ്പോർട്ട് അന്നേ തയ്യാറാക്കിയിട്ടുണ്ട്. DPR അന്ന് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഞങ്ങളിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ ഭരണസമിതിയിലുള്ള പടലപ്പിണക്കം, രാഷ്ട്രീയ ഗ്രൂപ്പ് അത്തരം കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി കാട്ടിക്കൂട്ടുന്ന ചില വിക്രിയകൾ, അതിൽ സ്ഥലം വാങ്ങിക്കൽ വലിയൊരു സാമ്പത്തിക അഴിമതി കൂടി അതിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. അത് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം എളിയവരായ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൗൺസിലർമാർക്കുണ്ട്. അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. രണ്ടാമതായി ഏലിയാസ് പറഞ്ഞൊരു കാര്യം ശരിയാണ്. ആത്മസമീപനത്തോട് കൂടിയിട്ടുള്ളൊരു ഒരു സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. അതായത് പ്രകോപനമില്ല, ഒരു വഴക്കില്ല, അട്ടഹാസമില്ല, കാര്യങ്ങളില്ല. എന്തൊക്കെ 2020-25 കാലഘട്ടങ്ങളിൽ അങ്കമാലി നഗരസഭയുടെ പ്രവർത്തനങ്ങൾ എവിടെയായിരുന്നു, ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ജനങ്ങളുടെ മുമ്പിൽ പറയട്ടെ, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്തു. ശരി, ഏതെങ്കിലും വികസന പ്രവർത്തനത്തിന് LDF കൗൺസിലർമാർ ഇന്ന കാര്യങ്ങൾക്ക് എതിരായിരുന്നു, പറയട്ടെ, ഞങ്ങൾ ജനങ്ങളോട് സമാധാനം പറഞ്ഞോളാം. ഇല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഇത് നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം. ഈ 5 കൊല്ലം കൊണ്ട് 17 3 ചെയർമാൻ 2 വൈസ് ചെയർമാൻ അടക്കമുള്ള നിരവധി സ്ഥാനമാനങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം, 2 വർഷം അല്ലെങ്കിൽ 2.5 വർഷം ഒരു ചെയർമാൻ ഇരുന്നു. ആ ചെയർമാനെ വലിക്കാനായിട്ടാണ് അടുത്ത ചെയർമാനാകാനായിട്ടുള്ള ആളുടെ പണി. അതാണ് ഇവിടെ നടന്നത്. അത് കഴിഞ്ഞ് 1 കൊല്ലവും കൂടി വേറെ ആൾക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ആളും അവസാനം വരാൻ പോണ ആളും കൂടി നടുക്കിലുള്ള ആളെ വലിച്ചു. അവസാനം വന്നു കഴിഞ്ഞ അവസാനത്തെ സമയം 2 ചെയർമാൻമാർ അങ്കമാലി നഗരസഭയിലേക്ക് വരാറേ ഇല്ല. കൗൺസിൽ യോഗത്തിന് വരും, തിരിച്ചു പോകും. അപ്പോൾ ഈ തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് അങ്കമാലി നഗരസഭയിൽ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏലിയാസ് പറഞ്ഞിടത്ത് വെച്ച് അവസാനിപ്പിക്കുന്നു. ഒരു ന്യായമായ സംവാദത്തിന് ഞങ്ങളെല്ലാവരും തയ്യാറാണ്. UDFന്റെ ഭാഗത്ത് ഇപ്പോഴും 16-17 പേരോളം ഉണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് 10 തന്നെ ഉള്ളൂ. ഞങ്ങൾ തയ്യാറാണ്. അവരിരുന്നോട്ടെ. ഇതിൻ്റെ രേഖകൾ സഹിതം നമുക്കൊരു സംവാദത്തിനിരിക്കാം. അങ്കമാലിയിലെ ജനങ്ങളെ ഇത് ബോധ്യപ്പെടുത്തണം. അപ്പൊ ഈ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനത്തിലെങ്കിലും അങ്കമാലിയിൽ ഒരു അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും നാട്ടിൽ നടക്കണം എന്നൊരാഗ്രഹം ഉണ്ടാകുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. 52 സെന്റ് സ്ഥലത്തിന്റെ കാര്യത്തിൽ ഉള്ളൊരു വലിയൊരു പോരായ്മ, 25 കോടി രൂപയോളം വില വരുന്ന സ്ഥലമാണ്. ഇതുവരെ നമുക്കത് നമ്മുടേതാക്കി മാറ്റി 1 രൂപയുടെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെ നിങ്ങൾ കാണണം. അതൊക്കെ അങ്കമാലിയുടെ ആവശ്യമാണ്. നിരന്തരമായിട്ടുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് സംസ്ഥാന ഗവൺമെന്റിൽ നിന്ന് അത് അങ്കമാലി നഗരസഭയ്ക്ക് നമുക്ക് സ്വന്തമാക്കി എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും പേപ്പർ വർക്കുകളിൽ അപാകതയുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ടുള്ള സമയം ഇനിയും നമ്മുടെ കയ്യിലുണ്ട്. അതിനുവേണ്ടി ബന്ധപ്പെട്ടവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനൊക്കെ ഞങ്ങൾ തയ്യാറാണ്. അതല്ലാതെ ഇതൊക്കെ ഒരു പുകമറ സൃഷ്ടിച്ച് പോകാനായിട്ടല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒരു ബഡ്ജറ്റിൽ 2022-23 ബഡ്ജറ്റിൽ 20 കോടി രൂപയിൽ താഴെ വില വരുന്ന ഒരു ടൗൺ ഹാൾ സമുച്ചയം പണിയുന്നതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് ബുക്കിന്റെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ച ചിത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തുവാൻ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നടത്തുവാൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഇന്ന് അവിടെ നടത്തുവാനായിട്ടുള്ള പോരായ്മ അവിടെ ഉള്ളത്? ഇതുമായി ബന്ധപ്പെട്ട് അങ്കമാലി ചർച്ച് നഗർ നമുക്കറിയാം, 2 പള്ളികളുള്ള സ്ഥിതി ചെയ്യുന്ന നാഷണൽ ഹൈവേ ക്രോസ് ചെയ്ത് പോകുന്ന സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ
വിവിധങ്ങളായ അപകടങ്ങൾ, 5 പേര് ഒറ്റ അപകടത്തിൽ ബസ് ഇടിച്ച് മരിച്ചത് നമ്മുടെ ഓർമ്മയിലൊക്കെ ഇന്ന് നിൽക്കുകയാണ്. അവിടെ ഒരു മുകളിലൂടെ പാസ് ചെയ്യുന്നതിനുള്ള അണ്ടർഗ്രൗണ്ട് പാസേജോ അതല്ലെങ്കിൽ മുകളിലൂടെ ഒരു പാസേജോ നിർമ്മിക്കാൻ അങ്കമാലി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ടോ? KSRTC ബസ് സ്റ്റാൻഡ് സമുച്ചയം, അവിടെ ജനങ്ങൾക്ക് പാസ് ചെയ്യുന്നതിനോ റോഡ് ക്രോസ് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ നഗരസഭാ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ടോ? എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തി എന്ന് പറഞ്ഞ് പുകമറ സൃഷ്ടിച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കഴിഞ്ഞ 3 ചെയർമാൻമാർ മാറി മാറി ഭരണം നടത്തി എന്നല്ലാതെ അവസാനം കാലഘട്ടത്തിൽ എത്തിയപ്പോൾ 50 സെന്റ് വഴിയില്ലാത്ത ഒരു കുഴിക്കണ്ടം മേടിച്ചുകൊണ്ട് അത് അങ്കമാലി നഗരസഭയ്ക്ക് വലിയ നേട്ടമായി എന്ന് പറയുന്നത് ഒരിക്കലും ജനങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ മാതിരി തന്നെ ഒരു ഓപ്പൺ സംവാദത്തിന് ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ചെയർമാൻ ഉൾപ്പെടെ വന്ന് അവർ നടത്തിയ ഈ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് അങ്കമാലി നഗരസഭയ്ക്ക് നടത്തിയിട്ടുള്ള വികസനങ്ങളെ കുറിച്ച് ഒന്നും വിശദീകരിക്കണമെന്ന് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കും. അങ്കമാലി നഗരസഭയിൽ കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് നടന്നതൊക്കെ സ്ഥാനങ്ങൾ വിഭജിച്ച് നൽകുക എന്നല്ലാണ്ട് ഒന്നും നടക്കാത്ത സാഹചര്യമാണ്. വളരെ സത്യമാണ്. ജനങ്ങൾ 15 സീറ്റ് മാത്രമാണ് UDF കൊടുത്തത്. 2 സ്വതന്ത്രരും പിടിച്ച് ഭരണം ആരംഭിച്ചു. ഭരണം ആരംഭിച്ചതിന് ശേഷം 2 വർഷക്കാലം ശ്രീ റെജി മാത്യു ആയി, 2 വർഷക്കാലം ശ്രീ മാത്യു തോമസ് ആയി, ലാസ്റ്റ് 1 വർഷം ഷിയോ പോളിന് വീതം വെച്ച് നൽകിയതിൻ്റെ ഒരു ഭവിഷ്യത്താണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഇപ്പോൾ ഇന്നലത്തെ ചെയർമാൻ്റെ പത്രസമ്മേളനം നിങ്ങളൊക്കെ മാധ്യമങ്ങളെല്ലാം കണ്ടതാണ്. 3 ചെയർമാനും കൂടി ഒരിക്കലും പത്രസമ്മേളനം നടന്നവർക്ക് സാധിക്കില്ല. ഇപ്പോൾ ആദ്യത്തെ 2 വർഷക്കാലം റെജി ഭരിച്ചപ്പോൾ ശ്രീ മാത്യൂസും ഉൾപ്പെടെ ഒരു വിഭാഗം എതിരായിരുന്നു, ശ്രീ ഷിയോപ്പോൾ ഉൾപ്പെടെ വിഭാഗം എതിരായിരുന്നു. മാത്യു തോമസ് ഭരിച്ചപ്പോഴും മറ്റു വിഭാഗങ്ങളെതിരായതിനോട് മാത്യൂസിനും ചെയ്യാൻ പറ്റിയില്ല, ശ്രീ റെജി മാത്യുവിനും ചെയ്യാൻ പറ്റിയില്ല. ഷിയോപ്പോൾ മത്സരിച്ചപ്പോഴും ഷിയോപ്പോൾ ചെയർമാനായപ്പോഴും ഈ പറഞ്ഞ മറ്റു വിഭാഗങ്ങൾ ഒന്നും ഷിയോപ്പോൾ ചെയ്യാൻ സമ്മതിക്കുന്നതാണ് വളരെ സത്യമായ കാര്യമാണ്. അത് നമ്മൾ ജനങ്ങൾ അങ്കമാലിക്കാരെ അനുഭവിക്കേണ്ട ഒരു ഭവിഷ്യത്തായി മാറി. ഈ 15 പേരെയും വെച്ചിട്ട് ഈ കളി 6 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ഓരോ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരും മാറ്റി വെച്ചിട്ടുണ്ട്. 5 വർഷം കൊണ്ട് എല്ലാവർക്കും ഈ 16 പേർക്കും 17 പേർക്കും ഈ പറഞ്ഞ സ്ഥാനം കൊടുത്തിട്ട് നഗരസഭയിലൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അത് സ്വാഭാവികമാണ്. ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കയറി ഒരു കുറച്ച് മാസം കൊണ്ട് ഇതിന്റെ അധികാരം എന്താണെന്ന് മനസ്സിലാക്കി വരുമ്പോൾ അയാളുടെ കാലാവധി കഴിഞ്ഞു. അയാൾക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പൊ വികസന പ്രവർത്തനങ്ങളുടെ വീഴ്ചയെ കുറിച്ച് ശ്രീ ഏലിയാസ് സൂചിപ്പിച്ചു. അത് ജനങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത ഫണ്ട് വിനിയോഗിച്ചു എന്നല്ലാണ്ട്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്ത ഫണ്ട് വിനിയോഗിച്ചത് നഗരസഭയ്ക്ക് സ്വന്തമായ പ്രൊജക്ട് ഉണ്ടാക്കി ഒരു പരിപാടി നടപ്പാക്കാൻ നഗരസഭ സാധിച്ചില്ല. അത് വളരെ ജനങ്ങൾക്ക് കിട്ടിയ ഒരു ശാപമായിട്ട് മാറി. ഈ 15 പേരും വെച്ച് ഭരണം കൊടുത്തില്ല. പക്ഷെ ബാക്കി 2 പേരും പിടിച്ച് അവർ ഭരിച്ചു. പക്ഷെ അതൊക്കെ വളരെ ഭവിഷ്യത്തായി ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ച കഴിഞ്ഞ 5 വർഷക്കാലം വന്നിട്ടുണ്ട്. ഇനിയും ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തലാണ് ഞങ്ങളുടെ പണി. നേരത്തെ ശ്രീ ഏലിയാസും പിന്നെ മുന്നേരും മാറ്റി സുജാരി നമ്മളിപ്പോൾ ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാൻ തയ്യാറാണ്. അവർ ഒരുമിച്ചൊരു പത്രസമ്മേളനം വരെ നടത്തി പോകാൻ അവർക്ക് സാധിക്കില്ല. മുൻ ചെയർമാന്മാർ ഉൾപ്പെടെ ഇന്നലെ നടത്തിയിൽ നിലവിൽ ചെയർമാൻ മാത്രമേ ഉണ്ടായുള്ളൂ. സാധാരണ ഞങ്ങൾ 5 വർഷം കൊണ്ട് ഇന്നു ചെയ്തു 3 ചെയർമാൻ ഇരുന്ന് പത്രസമ്മേളനം നടത്താൻ അവർക്ക് പറ്റൂല. ഇപ്പം ഞങ്ങൾ LDF എല്ലാ കൗൺസിലേഴ്സ് എല്ലാ കാര്യത്തിലും ഒരുമിച്ചാണ്. അത് ന്യായമായ വികസന പ്രവർത്തനങ്ങൾ അങ്കമാലിക്കാർക്ക് ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഏത് വികസനം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പദ്ധതി ഞങ്ങൾ നിയമപരമല്ലാത്ത സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന ഉഡായിപ്പ് പണികൾ എന്ന് പറയുമ്പോൾ നാടൻ ഭാഷയിൽ അത് ഞങ്ങൾ തീർത്തിട്ടുണ്ട്. പക്ഷേ ന്യായമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ കൂടെ പോയി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് ആണ് അങ്കമാലി നിലവിലെ സ്ഥിതി. അതിഗുരുതരമായിട്ടുള്ള വീഴ്ച നിലവിലെ ഭരണസമിതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വീഴ്ച വന്നത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടാണ്. വീഴ്ച മനഃപൂർവ്വമാണ്, അല്ല അറിയാതെ പറ്റിയതല്ല, മനഃപൂർവ്വമായ വീഴ്ചകളാണ്. അത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അതിനെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ജനങ്ങളെ ശക്തമായ പിന്തുണ ഞങ്ങൾക്ക് ഉണ്ടാവണം എന്ന് മാത്രമാണ് പറയാം.